ഗൈസ്, റിയാദ് മെട്രോ സീരീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നുള്ള സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ സ്ക്രീന സ്റ്റേഷനാണ്. ഇതും ബ്ലൂ ലൈൻ തന്നെയുള്ള ഒരു സ്റ്റേഷനാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു സംഭവം പറയുകയാണെങ്കിൽ, ഇവിടുത്തെ ഒരു ലോക്കൽ ഏരിയയിലോട്ടുള്ള എല്ലാ ആക്സസ് കിട്ടുന്ന ഒരു സ്റ്റേഷനാണിത്. അതായത് നമ്മുടെ ബത്ത സ്ട്രീറ്റിലോട്ടൊക്കെ ഉള്ള ഒരു ആക്സസ് ഉള്ള ഒരു സ്റ്റേഷനാണ്. അപ്പോൾ ഇന്നത്തെ കാഴ്ചകളൊക്കെ ഇവിടുന്നാണ്. അപ്പോൾ ഇതിനകത്തത്തെ കാഴ്ചകളൊക്കെ നമുക്ക് പോയി കാണാം. ഇതാണ് സ്ക്രീന സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇതും അത്യാവശ്യം വലുപ്പത്തിനുള്ള ഒരു സ്റ്റേഷനാണ്. എക്സ്റ്റീരിയറി നല്ലൊരു ഡിസൈനൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്നുള്ള ആക്സസ് എന്ന് പറയുന്നത് പല ലോക്കൽ ഏരിയയിലോട്ടും ഉള്ള ഒരു ആക്സസിനുള്ള മെയിൻ സ്റ്റേഷൻ തന്നെയാണിത്. ബത്ത സ്ട്രീറ്റിലോട്ടൊക്കെ ഉള്ള നമുക്ക് നോക്കുകയാണെങ്കിൽ കാണാം. ഇവിടെ കുറേ ഷോപ്പുകളും പിന്നെന്താ താമസ സ്ഥലങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ഒത്തേമിൻ്റെ ഒരു ഷോപ്പിംഗ് മോളുണ്ട്. സ്ക്രീന സ്റ്റേഷൻ്റെ എക്സ്റ്റേണൽ സൈഡൊക്കെ നിങ്ങൾ കണ്ടു. അപ്പോൾ നമുക്കിനിയും ഇതിന് ഉള്ളിലോട്ട് പോകാം. ഓക്കെ, ഇതും ഓട്ടോമാറ്റിക് ഡോർ സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇൻഫർമേഷൻ ബോർഡ് എൻട്രൻസസ് ആയിട്ട് തന്നെ ഉണ്ട്. പിന്നെ ഉള്ളത് എസ്കലേറ്റർ തന്നെയാണ്. എസ്കലേറ്ററും ഇവിടെ സ്റ്റെപ്പില്ല, ഇതിൻ്റെ എസ്കലേറ്റർ മാത്രമേ ഉള്ളൂ ആദ്യത്തെ ഒരു സൈഡിലോട്ട് പോകാനായിട്ട്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ കയറിയിട്ട് ചെല്ലുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കാർഡൊക്കെ ആക്സസ് ചെയ്യുന്ന ഏരിയയിലോട്ടാണ് ചെല്ലുന്നത്. അവിടെ നമുക്ക് മെഷീൻ ഉണ്ട്, നമ്മുടെ ടിക്കറ്റ് എടുക്കാനും അതല്ലെങ്കിൽ മാനുവലായിട്ടുള്ള ടിക്കറ്റിനുള്ള സംഭവം അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എസ്കലേറ്റർ കയറി ഈ ഒരു ഏരിയയിലോട്ടാണ് വന്നേക്കുന്നത്. പ്രധാനമായിട്ടുള്ള ഒരു സ്ഥലം, അതായത് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്ന സ്ഥലവും പിന്നെ ആക്സസ് ഉള്ളിലോട്ടുള്ള ആക്സസ് ഉള്ള സ്ഥലവുമാണിത്. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ കാർഡ് വെച്ച് തന്നെ ആക്സസ് ചെയ്ത് ഉള്ളിലോട്ട് പോകാം. നമ്മുടെ ദർബിൻ്റെ കാർഡ് വെച്ച് തന്നെ നമുക്ക് ആക്സസ് ചെയ്ത് ഉള്ളിലോട്ട് പോകാം. ഈസി ആക്സസ് ആണ്, സംഭവങ്ങൾ ഭയങ്കര ഈസി ആയിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ നമുക്ക് മേളിലോട്ട് പിന്നെയും പ്ലാറ്റ്ഫോമിലോട്ടുള്ളതാണ്. പ്ലാറ്റ്ഫോമിൽ നമുക്കിവിടെ സ്റ്റെപ്പുകളുണ്ട്, അതുപോലെ തന്നെ എസ്കലേറ്ററും കാര്യങ്ങളുണ്ട്. എസ്കലേറ്ററിൽ നമുക്ക് മേളിലോട്ട് പോകാം. അപ്പം നമ്മളിപ്പോൾ പോകുന്നത് സ്കിറിയ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ അടുത്ത ഒരു ഡെസ്റ്റിനേഷനിലോട്ട് പോകാനായിട്ടുള്ള ഏരിയ ആണ്. നമ്മൾ സാബ് ബാങ്കിലോട്ട് പോകാനുള്ള ആ ഒരു സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം സൈഡിലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഇവിടെ നോക്കുകയാണെങ്കിൽ പ്ലാറ്റ്ഫോം രണ്ടിടത്തോട്ടും രണ്ട് സൈഡിലോട്ടുള്ളതും രണ്ട് ഏരിയയിലായിട്ടാണ്. അപ്പോൾ നമ്മൾ വന്നപ്പോൾ തന്നെ ഒരു ട്രെയിൻ ഇവിടുന്ന് പോയി, അതുകൊണ്ട് തന്നെ ഇവിടെ ആൾക്കാർ അധികം തിരക്കില്ല. ഇവിടുത്തെ ഇൻറ്റേർണലി കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ സെയിം ആ ഒരു അലുമിനിയം ക്ലാഡിങ്ങും വൈറ്റ് ഫിനിഷുള്ള ക്ലാഡിങ്ങും പിന്നെ ഗ്ലാസ് ടോപ്പും ഒക്കെ ആയിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സ്റ്റേഷനിലെയും ടോയ്ലറ്റ് സൗകര്യവും ഒക്കെ നല്ല വൃത്തിക്കും മെനക്കുമൊക്കെ കീപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുന്നത്, എല്ലായിടത്തും ക്ലീനിങ് സ്റ്റാഫുകളൊക്കെ കണ്ടിന്യൂസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു സ്റ്റേഷനിലെത്തുമ്പോൾ മെയിൻ സ്റ്റേഷനിലെ പോലെ നല്ല ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ ആയിരിക്കണം ആൾക്കാരൊക്കെ അത്ര അധികം അങ്ങോട്ടില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഒന്നും റെസ്പോൺസ് എടുക്കാനുള്ള ചാൻസ് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു സീരീസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പറയുക, ഡീറ്റെയിൽ ആയിട്ട് ഏത് സ്റ്റേഷൻ്റെ വിവരങ്ങളൊക്കെ വീണ്ടും അറിയണമെന്ന് പറഞ്ഞാൽ നമുക്ക് വീണ്ടും വരുന്നതായിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ സ്കിർണിയ സ്റ്റേഷനിലെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് എന്താണെങ്കിലും അറിയിക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക. അപ്പോൾ പുതിയൊരു സ്റ്റേഷനിലെ വിവരങ്ങളുമായിട്ട് കാണും വരേക്കും ബൈ ബൈ.